വിന്നേഴ്സ് അക്കാഡമിയുടെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ്. ഏകദേശം ഒരു 42 വർഷം അക്കൗണ്ടിംഗ് പഠിപ്പിച്ച പരിചയ സമ്പത്ത് എനിക്കുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രയൽ ബാലൻസിനെ പറ്റി നമ്മൾ പഠിച്ചു. ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ട്രയൽ ബാലൻസിൻ്റെ തുല്യത, ജേർണലൈസിങ്, പോസ്റ്റിങ്, ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒക്കെ ആക്യുറസിയെ കാണിക്കുന്നു. അസറ്റ്സിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസ്, ഇൻകത്തിനും ലയബിലിറ്റിക്കും ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസ് തുല്യമായി. ഇതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ആണ് പഠിക്കുക. ഫൈനൽ അക്കൗണ്ട്സ് ഫൈനൽ അക്കൗണ്ട്സ് ആണ് ഒരു വ്യാപാര സംരംഭത്തിൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ്, എൻഡ് പ്രോഡക്റ്റാണ്. വർഷാവസാനം 31 ഡിസംബറിൽ അല്ലെങ്കിൽ 31 മാർച്ചിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് എ ബിസിനസ് കൺസേൺ. ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വർഷത്തെ 365 ദിവസത്തെ 12 മാസത്തെ വരവുകളും ചെലവുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വരയ്ക്കുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, then position statement. Income statement is also called trading and profit and loss account. Trading and profit and loss account. Trading and profit and loss account is prepared to show, to find or to ascertain profit or loss. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുക. ഇതിനകത്ത് എക്സ്പെൻസും ആൻഡ് ഇൻകംസ്, 3 പ്രത്യേകതകൾ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൾസോ കോൾഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. Trading and profit and loss account is prepared to show, to ascertain, to find profit or loss of a business concern. It includes expenses and incomes. 3 പോയിൻ്റ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഉദ്ദേശം ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുക. ഇതിനകത്ത് ചെലവുകളും വരവുകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അസറ്റ് ആൻഡ് ലയബിലിറ്റിക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. രണ്ടാമത്തെ പാർട്ടാണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൾസോ കോൾഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ്. Balance sheet is a statement setting for the assets and liabilities on a particular date. ഇതിനകത്ത് അസറ്റ്സും ലയബിലിറ്റീസും മാത്രമേ ഉണ്ടാകൂ. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം, ഉദ്ദേശം ഫിനാൻഷ്യൽ പൊസിഷനാണ്. അപ്പോൾ സാമ്പത്തിക നില കാണാൻ, സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട്, ഇറ്റ് ഈസ് സിംപ്ലി എ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റിംഗ് ഫോർ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ശേഷമാണ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ഇതെല്ലാം കൂടെ കൂടുന്നതിനെയാണ് ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ഈസ് ആൾസോ കോൾഡ് ഫിനാൻഷ്യൽ statement. It is the end product of a business concern. Financial statements are of 2 types: income statement and position statement. Income statement is also called trading and profit and loss account. It includes
എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ഒരു വർഷത്തെ 365 ദിവസത്തെ വരവുകളും ചെലവുകളും ഉൾപ്പെടുത്തുന്നതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൻ്റെ ഉദ്ദേശം ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുക. അപ്പം ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വരയ്ക്കുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റിംഗ് ഫോർ ദ വേരിയസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പ്രത്യേക ദിവസത്തെ അസറ്റുകളും ലയബിലിറ്റിയും എടുത്തുകൊണ്ട് വരയ്ക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട്, ഇറ്റ് ഈസ് സിംപ്ലി എ സ്റ്റേറ്റ്മെൻറ്റ്. That is the main point. Try to keep in your memory. The purpose of balance sheet is to show the financial position of the concern. ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക നില മനസ്സിലാക്കാൻ, കടമാണോ കൂടുതൽ അതോ സ്വത്താണോ കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ഇതാണ് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ഒരു ഏകദേശ രൂപം. കണക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, സീ യു.